ഈ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഈ സംശയം അത് ദൂരീകരിക്കാൻ പോലീസ് തയ്യാറാണ്. എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ സംശയ നിവാരണത്തിന് പോലീസ് മുന്നിട്ടിറങ്ങും. കേസെടുക്കാൻ എത്ര ദിവസം വൈകിയത് എന്തുകൊണ്ടാണ്? 13-ാം തീയതി പരാതി കിട്ടിയതായിരുന്നല്ലോ. 13-ാം തീയതി പരാതി ലഭിച്ചിരുന്നെങ്കിലും ഇതിനുശേഷം നമ്മുടെ ഈ പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഓർഡർ ആക്കിയിരുന്നു. പ്രിലിമിനറി എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കല്ലറയുടെ നമ്പർ മാറിയതും അതിൻ്റെ രജിസ്റ്റർ പരിശോധിച്ചപ്പോഴും ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത്. അങ്ങനെയാണ് 38-ാം നമ്പർ കല്ലറ 23 നമുക്ക് ബോധ്യമായത്. ആ 23-ാം കല്ലറയിൽ രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് അതിൻ്റെ അകത്ത് 2 പേരുടെ പേരുകൾ ഉണ്ടായിരുന്നു. മറിയാമ്മ എന്ന ആളുടെയും ജെയിംസ് എന്ന ആളുടെയും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 പേരുടെയും ശേഷമാണ് ഈ കാര്യം പറഞ്ഞതിന് ശേഷമാണ് ഇക്കാര്യം അച്ഛനുമായി സംസാരിച്ച് ഇപ്പോൾ സംസാരിച്ച് ആ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 3ാമതൊരു ബോഡി ഉണ്ടെന്നാണ് അച്ഛൻ്റെ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അതിൽ നിന്ന് ആണ് FIR ഇപ്പോൾ ശാസ്ത്രീയ പരിശോധന എല്ലാം നടക്കും. സയന്റിഫിക് അസിസ്റ്റന്റ് വരും, മറ്റുള്ള എല്ലാവിധ അന്വേഷണം നടക്കും. എല്ലാം കറക്റ്റായ രീതിയിൽ തന്നെ നടക്കും. കഴിയുന്ന നാളെ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇന്നിപ്പോൾ FIR രജിസ്റ്റർ ചെയ്യും. ഇന്ന് FIR രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. RDOൻ്റെ പെർമിഷൻ വേണം. അപ്പോൾ അത് നാളെ രാവിലെ നീക്കും. അപ്പോൾ പെർമിഷൻ കിട്ടിയ ഒരു നെക്സ്റ്റ് മൂമെന്റ് തന്നെ നമ്മളെ ഈ പറയുന്ന ഓപ്പൺ ചെയ്ത് പരിശോധന തുടങ്ങും. അതുവരെ നമ്മളെ പോലീസിന്റെ ഗാർഡ് അവിടെ ഉണ്ടാവും. അതൊന്നും ഇപ്പം നമ്മളെ വന്നില്ല. അത് കോഴിക്കോടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് എല്ലാം പരിശോധിക്കും. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ 174 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ആദ്യം ഒരു പരാതി വന്ന സമയത്ത് നമ്മളൊരു കോഗ്നിസബിൾ ഒഫൻസ് ഒന്നും കാണാത്തതുകൊണ്ട് അതിനൊരു പ്രിലിമിനറി എൻക്വയറി നമ്മൾ വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ പ്രിലിമിനറി എൻക്വയറി ലാസ്റ്റ് സ്റ്റേജ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുകയാണ്. അതിനിടയിലാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇവിടെ പള്ളിയുടെ അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് അവർ കൂടുതൽ സംശയങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ 174 പ്രകാരം ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ബാക്കി അതിൻ്റെ നടപടിക്രമങ്ങൾ നാളെ മുതൽ തുടരുന്നതാണ്. ഇന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്യും. അതിനുശേഷം എത്രയും വേഗം കല്ലറ തുറന്ന് പരിശോധിക്കും. കല്ലറ തുറന്ന് പരിശോധിക്കുമ്പോൾ മാത്രമാണ് അത് മൃതദേഹമാണോ എന്ന് മനസ്സിലാക്കാനാവുക. എന്തായാലും ദുരൂഹതകൾ ചുരുളഴിയണം. ഇടവക വികാരിയും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യും. എന്താണ് വൈകിയത് എന്നുള്ളതിൽ ഈ കല്ലറയുടെ നമ്പറുമായി ബന്ധപ്പെട്ട് ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. മാത്രമല്ല മറ്റെന്താ തിരോധാന കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടായപ്പോൾ ആദ്യം ഇതാണ് അത് കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത കേസാണ്. അതിലേക്ക് നിർദ്ദേശം വന്നിട്ടില്ല. ആദ്യം ഇതിൻ്റെ ഒരു സംശയ നിവാരണം അതാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യം വെക്കുന്നത്. അത് ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.